PSC എഡ്യു ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മധ്യകാല ഇന്ത്യാ ചരിത്രത്തിലെ അറബികളുടെ ഇന്ത്യൻ ആക്രമണം, ഡൽഹി സുൽത്താനേറ്റ് എന്നീ ഭാഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യ ആക്രമിച്ച ചില മുസ്ലിം ഭരണാധികാരികളെക്കുറിച്ചും അവരുടെ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചും അവരുടെ സംഭാവനകളെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത്. PSC ഈ ഭാഗത്തു നിന്നും നിരവധി ചോദ്യങ്ങൾ ഇതിനു മുൻപ് ചോദിച്ചിട്ടുണ്ട്. അതിൽ പലതും ആവർത്തന ചോദ്യങ്ങളുമാണ്. അപ്പോൾ ഇനിയും ഈ ഭാഗത്തു നിന്നും നിരവധി ചോദ്യങ്ങൾ PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മധ്യകാല ഇന്ത്യാ ചരിത്രം, അതിലെ അറബികളുടെ ഇന്ത്യൻ ആക്രമണം. അഫ്ഗാനിസ്ഥാനിലെ പേർഷ്യൻ വംശജരെയാണ് അറബികൾ എന്ന് വിളിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ പേർഷ്യൻ വംശജരാണ് അറബികൾ. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് മുഹമ്മദ് ബിൻ കാസിം എന്ന മുസ്ലിം ഭരണാധികാരിയെ കുറിച്ചാണ്. ഇന്ത്യ ആക്രമിച്ച ആദ്യ മുസ്ലിം ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ കാസിം. ഇന്ത്യ ആക്രമിച്ച ആദ്യ മുസ്ലിം ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ കാസിം. മുഹമ്മദ് ബിൻ കാസിം ഇന്ത്യ ആക്രമിച്ചത് AD 712 അപ്പോൾ ഇന്ത്യ ആക്രമിച്ച ആദ്യ മുസ്ലിം ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ കാസിം എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ത്യ ആക്രമിച്ച ആദ്യ വിദേശി എന്നാണ് ചോദ്യമെങ്കിൽ അത് ഡാരിയസ് ഒന്നാമനാണ്. ഇന്ത്യ ആക്രമിച്ച ആദ്യ വിദേശി ആരാണ്? ഡാരിയസ് ഒന്നാമൻ. ഇന്ത്യ ആക്രമിച്ച ആദ്യ മുസ്ലിം ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ബിൻ കാസിം. വർഷം ഏതാണ്? AD 712. ഇന്ത്യയെ ആക്രമിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് ബിൻ കാസിമിനെ ഇന്ത്യയിലേക്ക് അയച്ച പേർഷ്യൻ ഗവർണറാണ് അൽ ഹജാജ് ബിൻ യൂസഫ്. ഇന്ത്യ ആക്രമിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് ബിൻ കാസിമിനെ ഇന്ത്യയിലേക്ക് അയച്ച പേർഷ്യൻ ഗവർണർ ആരാണ്? അൽ ഹജാജ് ബിൻ യൂസഫ്. മുഹമ്മദ് ബിൻ കാസിം ആക്രമിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശമാണ് സിന്ധ്. മുഹമ്മദ് ബിൻ കാസിം ആക്രമിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം ഏതാണ്? സിന്ധ്. അപ്പോൾ കാസിം പരാജയപ്പെടുത്തിയ സിന്ധിലെ രാജാവാണ് ദാഹിർ. സിന്ധ് ആക്രമിച്ച മുഹമ്മദ് ബിൻ കാസിം സിന്ധിലെ ഭരണാധികാരിയായിരുന്ന ദാഹിറിനെ പരാജയപ്പെടുത്തി. അപ്പോൾ മുഹമ്മദ് ബിൻ കാസിം പരാജയപ്പെടുത്തിയ സിന്ധിലെ രാജാവ് ആരാണ്? ദാഹിർ. മുഹമ്മദ് ബിൻ കാസിം പരാജയപ്പെടുത്തിയ രജപുത്ര രാജാവ് ആരാണെന്നോ അല്ലെങ്കിൽ കനൗജിലെ ഭരണാധികാരി ആരാണെന്നോ ചോദിച്ചാലും ആൻസർ എന്ത് തന്നെയാണ്? ദാഹിർ തന്നെയാണ്. അതായത് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അഫ്ഗാനിസ്ഥാനിലെ പേർഷ്യൻ വംശജരെയാണ് അറബികൾ എന്ന് പറയുന്നത്. ഇന്ത്യ ആക്രമിച്ച ആദ്യ മുസ്ലിം ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ കാസിം. മുഹമ്മദ് ബിൻ കാസിം ഇന്ത്യ ആക്രമിച്ചത് AD 712. എന്നാൽ ഈ ചോദ്യം ഇന്ത്യ ആക്രമിച്ച ആദ്യ വിദേശി എന്നാണെങ്കിൽ അതിന് ആൻസർ ഡാരിയസ് ഒന്നാമനാണ്. അപ്പൊ ഇന്ത്യ ആക്രമിച്ച ആദ്യ മുസ്ലിം ഭരണാധികാരി എന്നാണ് ചോദ്യമെങ്കിൽ ആൻസർ എന്താണ്? മുഹമ്മദ് ബിൻ കാസിം. വർഷം ഏതാണ്? AD 712. മുഹമ്മദ് ബിൻ കാസിമിനെ ഇന്ത്യയെ ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടെ ഇന്ത്യയിലേക്ക് അയച്ചതാരാണ്? ഇന്ത്യയിലേക്ക് അയച്ച പേർഷ്യൻ ഗവർണറാണ് അൽ ഹജാജ് ബിൻ യൂസഫ്. ഇന്ത്യ ആക്രമിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് ബിൻ കാസിമിനെ ഇന്ത്യയിലേക്ക് അയച്ച പേർഷ്യൻ ഗവർണറാണ് അൽ ഹജാജ് ബിൻ യൂസഫ്. മുഹമ്മദ് ബിൻ കാസിം ഇന്ത്യയിലെത്തിയിട്ട് അദ്ദേഹം ആദ്യം ആക്രമിച്ച പ്രദേശമാണ് സിന്ധ്. കാസിം ആക്രമിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം ഏതാണ്? സിന്ധ്. മുഹമ്മദ് ബിൻ കാസിം പരാജയപ്പെടുത്തിയ സിന്ധിലെ രാജാവാരാണ്? ദാഹിർ. ഇന്ത്യ ആക്രമിച്ച മുഹമ്മദ് ബിൻ കാസിം പരാജയപ്പെടുത്തിയ സിന്ധിലെ രാജാവ് അല്ലെങ്കിൽ രജപുത്ര രാജാവ് അല്ലെങ്കിൽ കനൗജിലെ ഭരണാധികാരി ആരാണ്? ദാഹിർ. ഇന്ത്യ ആക്രമിച്ച രണ്ടാമത്തെ മുസ്ലിം ഭരണാധികാരിയാണ് മുഹമ്മദ് ഗസ്നി. ഇന്ത്യ ആക്രമിച്ച രണ്ടാമത്തെ മുസ്ലിം ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ഗസ്നി. മുഹമ്മദ് ഗസ്നിയുടെ യഥാർത്ഥ പേര് അബ്ദുൾ ഖാസിം മുഹമ്മദ് ഗസ്നി. എന്താണ്? അബ്ദുൾ ഖാസിം മുഹമ്മദ് ഗസ്നി. ഗസ്നിയെ തെക്കേ ഏഷ്യയിലെ ഷാൽമാൻ എന്നറിയപ്പെടുന്നു. എന്താണ്?
തെക്കേ ഏഷ്യയിലെ ഷാൽമാൻ. അഫ്ഗാനിസ്ഥാനിലെ ഗസ്നി രാജവംശത്തിന്റെ സ്ഥാപകനാണ് മുഹമ്മദ് ഗസ്നി. അടുത്തത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിൽ ആദ്യമായി സുൽത്താൻ എന്ന പേര് സ്വീകരിച്ച മുസ്ലിം ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ഗസ്നി. ലോകത്തിൽ ആദ്യമായി സുൽത്താൻ എന്ന ഒരു സ്ഥാനപ്പേര് സ്വീകരിച്ച ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ഗസ്നി. മുഹമ്മദ് ഗസ്നി ആദ്യമായി ഇന്ത്യ ആക്രമിച്ച വർഷം AD 1000. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മുഹമ്മദ് ഗസ്നി ആദ്യമായിട്ട് ഇന്ത്യ ആക്രമിച്ച വർഷം ഏതാണ്? AD 1000. മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണങ്ങളെ നേരിട്ട ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയാണ് ജയപാലൻ. മുഹമ്മദ് ഗസ്നിയുടെ ആക്രമണങ്ങളെ നേരിട്ട ആദ്യ ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ജയപാലൻ. ജയപാലൻ അംഗമായിരുന്ന രാജവംശം ഏതാണ്? ഷാഹി വംശം. ജയപാലൻ അംഗമായിരുന്ന രാജവംശം ഷാഹി വംശം. അടുത്തത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മുഹമ്മദ് ഗസ്നി കനൗജ് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് AD 1018. മാറിപ്പോകരുത്. മുഹമ്മദ് ഗസ്നി ഇന്ത്യ ആക്രമിച്ചത് AD 1000-ലും മുഹമ്മദ് ഗസ്നി കനൗജ് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് AD 1018-ലുമാണ്. മുഹമ്മദ് ഗസ്നി ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം, ഉത്തർപ്രദേശിലെ മധുര ക്ഷേത്രം എന്നിവ ആക്രമിച്ച് തകർത്ത വർഷം AD 1025. മുഹമ്മദ് ഗസ്നി ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം, ഉത്തർപ്രദേശിലെ മധുര ക്ഷേത്രം എന്നിവ ആക്രമിച്ച് തകർത്ത വർഷം AD 1025. സോമനാഥ ക്ഷേത്രവും മധുര ക്ഷേത്രവും ആക്രമിച്ച് തകർത്തതിനാൽ മുഹമ്മദ് ഗസ്നിയെ വിഗ്രഹ ധ്വംസകൻ, വിഗ്രഹ വഞ്ചകൻ, വിഗ്രഹ ഭഞ്ചകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രവും ഉത്തർപ്രദേശിലെ മധുര ക്ഷേത്രവും ആക്രമിച്ച് തകർത്തത് 1025 മുഹമ്മദ് ഗസ്നിയാണ്. അപ്പൊ ഈ രണ്ട് ക്ഷേത്രങ്ങളെയും മുഹമ്മദ് ഗസ്നി ആക്രമിച്ച് തകർത്തതിനാൽ അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരുകളാണ് വിഗ്രഹ ധ്വംസകൻ, പിന്നെന്താണ്? വിഗ്രഹ വഞ്ചകൻ, അടുത്തത് വിഗ്രഹ ഭഞ്ചകൻ. ഏതൊക്കെ പേരുകൾ അറിയപ്പെടുന്നു? വിഗ്രഹ ധ്വംസകൻ, വിഗ്രഹ വഞ്ചകൻ, വിഗ്രഹ ഭഞ്ചകൻ. ഈ പേരുകളിൽ അറിയപ്പെടുന്ന മുസ്ലിം ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ഗസ്നി. മുഹമ്മദ് ഗസ്നി AD 1000-നും AD 1027-നും ഇടയിൽ 17 പ്രാവശ്യം ഇന്ത്യ ആക്രമിച്ചു. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മുഹമ്മദ് ഗസ്നി AD 1000-നും AD 1027-നും ഇടയിൽ 17 പ്രാവശ്യം ഇന്ത്യ ആക്രമിച്ചു. അതായത് ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇന്ത്യ ആക്രമിച്ച മുസ്ലിം ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ഗസ്നി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ ആക്രമണം നടത്തിയ മുസ്ലിം ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ഗസ്നി. മുഹമ്മദ് ഗസ്നിയുടെ ആസ്ഥാന കവിയാണ് ഫിർദൌസി. മുഹമ്മദ് ഗസ്നിയുടെ ആസ്ഥാന കവി ആരാണ്? ഫിർദൌസി. ഫിർദൌസിയുടെ പ്രശസ്തമായ ഒരു കൃതിയാണ് ഷാനാമ അഥവാ രാജാക്കന്മാരുടെ പുസ്തകം. മുഹമ്മദ് ഗസ്നിയുടെ ആസ്ഥാന കവി ആരാണ്? ഫിർദൌസി. ഫിർദൌസിയുടെ പ്രശസ്തമായ കൃതി ഏതാണ്? ഷാനാമ. അപ്പൊ ഫിർദൌസിയുടെ പ്രശസ്തമായ കൃതിയാണ് ഷാനാമ. ഷാനാമ ആരുടെ കൃതി? ഫിർദൌസിയുടെ. ഫിർദൌസി ആരാണ്? മുഹമ്മദ് ഗസ്നിയുടെ ആസ്ഥാന കവി. ഷാനാമ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് രാജാക്കന്മാരുടെ പുസ്തകം. അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫിർദൌസിയെ പേർഷ്യൻ ഹോമർ എന്നറിയപ്പെട്ടു. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെട്ട ആസ്ഥാന കവി ആരാണ്? ഫിർദൌസി. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെട്ട കവി ആരാണ്? ഫിർദൌസി. ഫിർദൌസി ആരുടെ ആസ്ഥാന കവിയാണ്? മുഹമ്മദ് ഗസ്നിയുടെ. ഗസ്നിയുടെ മറ്റൊരു സദസ്യൻ അഥവാ പണ്ഡിതനാണ് അൽബറൂണി. മുഹമ്മദ് ഗസ്നിയുടെ മറ്റൊരു സദസ്യൻ അഥവാ പണ്ഡിതനാണ് അൽബറൂണി. ഈ അൽബറൂണി കേരളത്തിലെത്തിയിട്ട് കേരളത്തെ വിശേഷിപ്പിച്ചതാണ് മലബാർ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അൽബറൂണി കേരളത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? മലബാർ. മലബാർ എന്നാണ് അൽബറൂണി കേരളത്തെ വിശേഷിപ്പിച്ചത്. അൽബറൂണിയുടെ രണ്ട് കൃതികളാണ് കിതാബ് അൽ ഹിന്ദ്, താരിഖ് അൽ ഹിന്ദ്. അൽബറൂണിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്?
കിതാബ് അൽ ഹിന്ദ്, താരിഖ് അൽ ഹിന്ദ്. ഇത് PSC ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്. അൽബറൂണിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? കിതാബ് അൽ ഹിന്ദ്, താരിഖ് അൽ ഹിന്ദ്. ഏതൊക്കെയാണ്? കിതാബ് അൽ ഹിന്ദ്, താരിഖ് അൽ ഹിന്ദ്. ഇങ്ങനെ ചോദിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് കിതാബ് അൽ ഹിന്ദ് അല്ലെങ്കിൽ താരിഖ് അൽ ഹിന്ദ് ആരുടെ കൃതിയാണ്? അൽബറൂണിയുടെ കൃതിയാണ്. അൽബറൂണി ആരുടെ സദസ്യൻ അല്ലെങ്കിൽ ആരുടെ പണ്ഡിതനാണ്? മുഹമ്മദ് ഗസ്നിയുടെ. ഒരിക്കൽ കൂടെ നോക്കാം. ഇന്ത്യ ആക്രമിച്ച രണ്ടാമത്തെ മുസ്ലിം ഭരണാധികാരിയാണ് മുഹമ്മദ് ഗസ്നി. മുഹമ്മദ് ഗസ്നിയുടെ യഥാർത്ഥ പേര് അബ്ദുൾ ഖാസിം മുഹമ്മദ് ഗസ്നി. ഇദ്ദേഹത്തെ തെക്കേ ഏഷ്യയിലെ ഷാൽമാൻ എന്ന് അറിയപ്പെട്ടു. തെക്കേ ഏഷ്യയിലെ ഷാൽമാൻ എന്ന് അറിയപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിലെ ഗസ്നി രാജവംശത്തിന്റെ സ്ഥാപകനാണ് മുഹമ്മദ് ഗസ്നി. അഫ്ഗാനിസ്ഥാനിലെ ഗസ്നി രാജവംശത്തിന്റെ സ്ഥാപകൻ. അടുത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിൽ ആദ്യമായി സുൽത്താൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ഗസ്നി. അടുത്തത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മുഹമ്മദ് ഗസ്നി ആദ്യമായിട്ട് ഇന്ത്യ ആക്രമിച്ചത് AD 1000-ലാണ്. മുഹമ്മദ് ഗസ്നി ആദ്യമായി ഇന്ത്യ ആക്രമിച്ച വർഷം AD 1000. ഗസ്നിയുടെ ആക്രമണങ്ങളെ നേരിട്ട ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയാണ് ജയപാലൻ. ഗസ്നിയുടെ ആക്രമണങ്ങളെ നേരിട്ട ആദ്യ ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ജയപാലൻ. ജയപാലൻ അംഗമായിരുന്ന രാജവംശമാണ് ഷാഹി രാജവംശം. ജയപാലൻ അംഗമായിരുന്ന രാജവംശം ഏതാണ്? ഷാഹി രാജവംശം. അടുത്തതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മുഹമ്മദ് ഗസ്നി കനൗജ് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ വർഷം AD 1018. മുഹമ്മദ് ഗസ്നി കനൗജ് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് AD 1018. എന്നാൽ ആദ്യമായി ഇന്ത്യ ആക്രമിച്ചപ്പോഴാണ്? AD 1000-ലാണ്. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം, ഉത്തർപ്രദേശിലെ മധുര ക്ഷേത്രം എന്നിവ ആക്രമിച്ച് തകർത്തത് AD 1025-ലാണ്. അപ്പൊ സോമനാഥ ക്ഷേത്രവും മധുര ക്ഷേത്രവും ആക്രമിച്ച് തകർത്തതിനാൽ മുഹമ്മദ് ഗസ്നി ഏതൊക്കെ പേരിൽ അറിയപ്പെട്ടു? വിഗ്രഹ ധ്വംസകൻ, വിഗ്രഹ വഞ്ചകൻ, വിഗ്രഹ പഞ്ചകൻ. അപ്പൊ ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരു പേര് എന്ന് ചോദിക്കാം. വിഗ്രഹ ധ്വംസകൻ എന്നോ അല്ലെങ്കിൽ വിഗ്രഹ വഞ്ചകൻ എന്നോ വിഗ്രഹ പഞ്ചകൻ എന്നോ അറിയപ്പെട്ട മുസ്ലിം ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ഗസ്നി. അടുത്തതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മുഹമ്മദ് ഗസ്നി AD 1000-നും AD 1027-നും ഇടയിൽ 17 പ്രാവശ്യം ഇന്ത്യ ആക്രമിച്ചു. ഗസ്നി AD 1000-നും AD 1027-നും ഇടയിൽ എത്ര പ്രാവശ്യം ഇന്ത്യ ആക്രമിച്ചു? 17 പ്രാവശ്യം ഇന്ത്യ ആക്രമിച്ചു. അതായത് ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യയിൽ ആക്രമണം നടത്തിയ മുസ്ലിം ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ഗസ്നി. എത്ര തവണ? 17 തവണ. മുഹമ്മദ് ഗസ്നിയുടെ ആസ്ഥാന കവിയാണ് ഫിർദൌസി. ഫിർദൌസിയുടെ പ്രശസ്തമായ ഒരു കൃതിയാണ് ഷാനാമ അഥവാ രാജാക്കന്മാരുടെ പുസ്തകം. ഫിർദൌസിയുടെ പ്രശസ്തമായ കൃതി ഏതാണ്? ഷാനാമ അഥവാ രാജാക്കന്മാരുടെ പുസ്തകം. ഫിർദൌസിയെ പേർഷ്യൻ ഹോമർ എന്നറിയപ്പെട്ടു. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഫിർദൌസി അറിയപ്പെട്ടത് ഏത് പേരിലാണ്? പേർഷ്യൻ ഹോമർ. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെട്ട ആസ്ഥാന കവി ആരാണ്? ഫിർദൌസി. മുഹമ്മദ് ഗസ്നിയുടെ മറ്റൊരു സദസ്യൻ അഥവാ പണ്ഡിതൻ ആണ് അൽബറൂണി. അൽബറൂണി കേരളത്തെ വിശേഷിപ്പിച്ചത് മലബാർ എന്നാണ്. അൽബറൂണി കേരളത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? മലബാർ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് PSC ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ്. അൽബറൂണിയുടെ പ്രശസ്തമായ കൃതികൾ ഏതൊക്കെയാണ്? കിതാബ് അൽ ഹിന്ദ്, താരിഖ് അൽ ഹിന്ദ്. അൽബറൂണിയുടെ പ്രശസ്തമായ കൃതികൾ ഏതൊക്കെയാണ്? കിതാബ് അൽ ഹിന്ദ്, താരിഖ് അൽ ഹിന്ദ്. ഇത് കിതാബ് അൽ ഹിന്ദ് ആരുടെ കൃതിയാണെന്നോ അല്ലെങ്കിൽ താരിഖ് അൽ ഹിന്ദ് ആരുടെ കൃതിയാണെന്നോ ചോദിച്ചാൽ എന്താണ് ആൻസർ? അൽബറൂണി. ഇന്ത്യ ആക്രമിച്ച മൂന്നാമത്തെ മുസ്ലിം ഭരണാധികാരിയാണ് മുഹമ്മദ് ഗോറി. ഇന്ത്യ ആക്രമിച്ച മൂന്നാമത്തെ അറബ് ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് ഷഹാബ് ഉദ്ദീൻ ഗോറി.
മുഹമ്മദ് ഗോറിയുടെ യഥാർത്ഥ പേരെന്താണ്? മുഹമ്മദ് ഷഹാബ് ഉദ്ദീൻ ഗോറി. എന്നാൽ ചില ഗൈഡുകളിൽ മുഹമ്മദ് മൊയ്സുദ്ദീൻ ബിൻസ എന്നും കാണുന്നുണ്ട്. അപ്പൊ രണ്ട് പേരും ഒന്ന് ഓർത്തിരിക്കുക. മുഹമ്മദ് ഗോറിയുടെ യഥാർത്ഥ പേരെന്താണ്? മുഹമ്മദ് ഷഹാബ് ഉദ്ദീൻ ഗോറി. മുഹമ്മദ് ഷഹാബ് ഉദ്ദീൻ ഗോറി. അടുത്ത പേര് കൂടെ ഒന്ന് ഓർത്തിരിക്കുക. മുഹമ്മദ് മൊയ്സുദ്ദീൻ ബിൻസ. എന്താണ്? മുഹമ്മദ് മൊയ്സുദ്ദീൻ ബിൻസ. മുഹമ്മദ് ഗോറി ആദ്യമായിട്ട് ആക്രമിച്ച ഇന്ത്യൻ പ്രദേശം ഏതാണ്? മുൾട്ടാൻ. ഏത് വർഷത്തിലാണ്? AD 1175. ഈ മുൾട്ടാൻ എന്നത് ഇന്ന് പാകിസ്ഥാന്റെ ഒരു പ്രദേശമാണ്. ആദ്യമായി മുഹമ്മദ് ഗോറി ആദ്യമായി ആക്രമിച്ച ഇന്ത്യൻ പ്രദേശം ഏതാണ്? മുൾട്ടാൻ. ഏതാണ് വർഷം? AD 1175. മുഹമ്മദ് ഗോറിയെ ഇന്ത്യയെ ആക്രമിക്കുവാനായി ക്ഷണിച്ചത് രജപുത്ര രാജാവായ ജയചന്ദ്രനാണ്. മുഹമ്മദ് ഗോറിയെ ഇന്ത്യയെ ആക്രമിക്കുവാനായി ക്ഷണിച്ചത് ആരാണ്? രജപുത്ര രാജാവായ ജയചന്ദ്രൻ. ജയചന്ദ്രന്റെ അനന്തരവനായ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തുന്നതിന് സഹായത്തിന് വേണ്ടിയിട്ടാണ് ജയചന്ദ്രൻ മുഹമ്മദ് ഗോറിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത്. ആരെ പരാജയപ്പെടുത്തുന്നതിന്? ജയചന്ദ്രന്റെ അനന്തരവനായ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ജയചന്ദ്രൻ മുഹമ്മദ് ഗോറിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത്. അതിന്റെ ഫലമായി മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും 1191 താനേശ്വർ എന്ന സ്ഥലത്ത് വെച്ച ഒരു യുദ്ധമുണ്ടായി. മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിൽ 1191 താനേശ്വർ എന്ന സ്ഥലത്ത് വെച്ച് ഒരു യുദ്ധമുണ്ടായി. ഈ യുദ്ധത്തില് മുഹമ്മദ് ഗോറിയെ പൃഥ്വിരാജ് ചൗഹാൻ പരാജയപ്പെടുത്തി. ഈ യുദ്ധത്തെ ഒന്നാം തറയിൻ യുദ്ധം അല്ലെങ്കിൽ ഒന്നാം താനേശ്വർ യുദ്ധം എന്നറിയപ്പെടുന്നു. 1191 മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിലുള്ള യുദ്ധത്തെ ഒന്നാം തറയിൻ യുദ്ധം അല്ലെങ്കിൽ ഒന്നാം താനേശ്വർ യുദ്ധം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഒന്നാം തറയിൻ യുദ്ധം അഥവാ ഒന്നാം താനേശ്വർ യുദ്ധം ആരൊക്കെ തമ്മിലാണ് നടന്നത്? മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിൽ. ഈ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറിയെ പൃഥ്വിരാജ് ചൗഹാൻ പരാജയപ്പെടുത്തി. ഈ തറയിൻ അല്ലെങ്കിൽ താനേശ്വർ എന്നത് ഇന്നത്തെ ഹരിയാനയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. തുടർന്ന് 1192 പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ വീണ്ടും ഒരു യുദ്ധം നടന്നു. ഈ സമയം മുഹമ്മദ് ഗോറിയെ സഹായിച്ചത് ജയചന്ദ്രനാണ്. അതായത് ജയചന്ദ്രന്റെ സഹായത്തോടു കൂടി മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിൽ 1192 ഒരു യുദ്ധം നടന്നു. ഈ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തി. ഈ യുദ്ധത്തെ അറിയപ്പെടുന്ന പേരാണ് രണ്ടാം തറയിൻ യുദ്ധം അഥവാ രണ്ടാം താനേശ്വർ യുദ്ധം. 1192 രണ്ടാം തറയിൻ യുദ്ധം അഥവാ രണ്ടാം താനേശ്വർ യുദ്ധത്തിലൂടെ മുഹമ്മദ് ഗോറി ജയചന്ദ്രന്റെ സഹായത്തോടു കൂടി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി. അടുത്തത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? രണ്ടാം തറയിൻ യുദ്ധം അഥവാ രണ്ടാം താനേശ്വർ യുദ്ധം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? രണ്ടാം തറയിൻ യുദ്ധം അഥവാ രണ്ടാം താനേശ്വർ യുദ്ധം 1192. ഈ രണ്ടാം തറയിൻ യുദ്ധം അല്ലെങ്കിൽ രണ്ടാം താനേശ്വർ യുദ്ധത്തോടുകൂടി ആരൊക്കെ തമ്മിൽ ശത്രുക്കളായി? മുഹമ്മദ് ഗോറിയും ജയചന്ദ്രനും തമ്മിൽ ശത്രുക്കളായി. 1192 രണ്ടാം തറയിൻ യുദ്ധം അല്ലെങ്കിൽ രണ്ടാം താനേശ്വർ യുദ്ധം. ഈ യുദ്ധത്തിലൂടെ മുഹമ്മദ് ഗോറി അധികാരത്തിലെത്തുകയും അങ്ങനെ ജയചന്ദ്രനും മുഹമ്മദ് ഗോറിയും തമ്മിൽ ശത്രുക്കളാവുകയും ചെയ്തു. കാരണം ജയചന്ദ്രൻ അധികാരം ഏൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുഹമ്മദ് ഗോറി സഹായത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത്. എന്നാൽ യുദ്ധം ജയിച്ചതോടുകൂടി മുഹമ്മദ് ഗോറി അധികാരത്തിലെത്തുകയും ജയചന്ദ്രൻ തഴയപ്പെടുകയും ചെയ്തു. അങ്ങനെ മുഹമ്മദ് ഗോറിയും ജയചന്ദ്രനും തമ്മിൽ ശത്രുക്കളായി. അപ്പൊ ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മുഹമ്മദ് ഗോറിയും ജയചന്ദ്രനും ശത്രുക്കളാകാൻ കാരണമായി തീർന്ന യുദ്ധം ഏതാണ്? 1192 രണ്ടാം തറയിൻ യുദ്ധം അഥവാ രണ്ടാം താനേശ്വർ യുദ്ധം.
1194 ചാന്ദ് യുദ്ധത്തിലൂടെ ജയചന്ദ്രനെ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തി. 1194 ചാന്ദ് യുദ്ധത്തിലൂടെ മുഹമ്മദ് ഗോറി ജയചന്ദ്രനെ പരാജയപ്പെടുത്തി. ജയചന്ദ്രൻ പരാജയപ്പെട്ട യുദ്ധം ഏതാണ്? 1194 ചാന്ദ് യുദ്ധം. അടുത്തത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ലക്ഷ്മി ദേവിയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തുകൊണ്ട് നാണയങ്ങൾ പുറത്തിറക്കിയതാരാണ്? മുഹമ്മദ് ഗോറി. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ലക്ഷ്മി ദേവിയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തുകൊണ്ട് നാണയങ്ങൾ പുറത്തിറക്കിയ മുസ്ലിം ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ഗോറി. അടുത്തതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മുഹമ്മദ് ഗോറിയുടെ സർവ സൈന്യാധിപൻ ആരാണ്? ബക്തിയാർ ഖിൽജി. മുഹമ്മദ് ഗോറിയുടെ സർവ സൈന്യാധിപൻ ആരാണ്? ബക്തിയാർ ഖിൽജി. ബക്തിയാർ ഖിൽജി. അടുത്തതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബക്തിയാർ ഖിൽജി നളന്ദ, വിക്രമശില എന്നിവ ആക്രമിച്ചു തകർത്തു. നളന്ദയും വിക്രമശിലയും ആക്രമിച്ചു തകർത്തത് ആരാണ്? മുഹമ്മദ് ഗോറിയുടെ സർവ സൈന്യാധിപനായിരുന്ന ബക്തിയാർ ഖിൽജി. നളന്ദ, വിക്രമശില എന്നിവ ആക്രമിച്ചു തകർത്തത് ആരാണ്? മുഹമ്മദ് ഗോറിയുടെ സർവ സൈന്യാധിപനായിരുന്ന ബക്തിയാർ ഖിൽജി. മുഹമ്മദ് ഗോറിയുടെ അടിമ അല്ലെങ്കിൽ പരിചാരകൻ ആരാണ്? കുത്തബ്ദീൻ ഐബക്ക്. ഈ പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. മുഹമ്മദ് ഗോറിയുടെ അടിമ അഥവാ പരിചാരകൻ ആരാണ്? കുത്തബ്ദീൻ ഐബക്ക്. മുഹമ്മദ് ഗോറി അന്തരിച്ച വർഷം എന്നാണ്? AD 1206. മുഹമ്മദ് ഗോറി അന്തരിച്ച വർഷം AD 1206. മുഹമ്മദ് ഗോറിയുടെ മരണാനന്തരം മുഹമ്മദ് ഗോറിയുടെ ഇന്ത്യൻ അധിനിവേശ പ്രദേശത്തിന്റെ ഗവർണറായത് ആരാണ്? കുത്തബ്ദീൻ ഐബക്ക്. മുഹമ്മദ് ഗോറിയുടെ മരണത്തിന് ശേഷം മുഹമ്മദ് ഗോറിയുടെ ഇന്ത്യൻ അധിനിവേശ പ്രദേശത്തിന്റെ അധിപനായി തീർന്നത് ആരാണ്? അദ്ദേഹത്തിന്റെ അടിമ അല്ലെങ്കിൽ പരിചാരകനായിരുന്ന കുത്തബ്ദീൻ ഐബക്ക്. കുത്തബ്ദീൻ ഐബക്ക് ഗവർണർ ആയതോടുകൂടി പുതിയൊരു രാജവംശത്തിനാണ് ഒരു തുടക്കം കുറിച്ചത്. അതാണ് അടിമ വംശം. അപ്പോൾ ഇത്രയും ഭാഗം ഒന്നുകൂടെ നോക്കാം. ഇന്ത്യ ആക്രമിച്ച മൂന്നാമത്തെ അറബ് ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് ഷഹാബ് ഉദ്ദീൻ ഗോറി. മുഹമ്മദ് ഷഹാബ് ഉദ്ദീൻ ഗോറി. ഇത് ചില പുസ്തകങ്ങളിൽ മുഹമ്മദ് മൊയ്സുദ്ദീൻ ബിൻസ എന്നും കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ പേര് കൂടെ ഓർത്തിരിക്കുക. ആദ്യമായി മുഹമ്മദ് ഗോറി ആക്രമിച്ച ഇന്ത്യൻ പ്രദേശമാണ് മുൾട്ടാൻ. വർഷം ഏതാണ്? AD 1175. ഇന്ന് പാകിസ്ഥാന്റെ ഭാഗമായ പ്രദേശമാണ് ഈ മുൾട്ടാൻ എന്നത്. മുഹമ്മദ് ഗോറിയെ ഇന്ത്യ ആക്രമിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത് ആരാണ്? രജപുത്ര രാജാവായ ജയചന്ദ്രനാണ്. ഇന്ത്യയെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലേക്ക് ക്ഷണിച്ച രജപുത്ര രാജാവ് ആരാണ്? ജയചന്ദ്രൻ. ജയചന്ദ്രന്റെ അനന്തരവനായ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ജയചന്ദ്രൻ മുഹമ്മദ് ഗോറിയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത്. 1191 മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ മുഹമ്മദ് ഗോറിയെ പൃഥ്വിരാജ് ചൗഹാൻ പരാജയപ്പെടുത്തി. ഈ യുദ്ധത്തെ ഒന്നാം തറയിൻ യുദ്ധം അല്ലെങ്കിൽ ഒന്നാം താനേശ്വർ യുദ്ധം എന്നറിയപ്പെടുന്നു. പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ്? 1191 ഒന്നാം തറയിൻ യുദ്ധം അഥവാ ഒന്നാം താനേശ്വർ യുദ്ധം. തുടർന്ന് ജയചന്ദ്രന്റെ സഹായത്തോടുകൂടെ പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തുകയാണ് രണ്ടാം തറയിൻ യുദ്ധം അല്ലെങ്കിൽ രണ്ടാം താനേശ്വർ യുദ്ധത്തിലൂടെ 1192. 1192 രണ്ടാം തറയിൻ യുദ്ധം അല്ലെങ്കിൽ രണ്ടാം താനേശ്വർ യുദ്ധത്തിലൂടെ ജയചന്ദ്രന്റെ സഹായത്തോടുകൂടി മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? രണ്ടാം തറയിൻ യുദ്ധം അഥവാ രണ്ടാം താനേശ്വർ യുദ്ധം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ഈ രണ്ടാം തറയിൻ യുദ്ധത്തോടുകൂടി മുഹമ്മദ് ഗോറിയും ജയചന്ദ്രനും തമ്മിൽ ശത്രുക്കളായി. മുഹമ്മദ് ഗോറിയും ജയചന്ദ്രനും ശത്രുക്കളായി തീരാൻ കാരണമായ യുദ്ധം ഏതാണ്? രണ്ടാം തറയിൻ യുദ്ധം
അഥവാ രണ്ടാം താനേശ്വർ യുദ്ധം. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. തുടർന്ന് 1194 ചാന്ത് യുദ്ധത്തിലൂടെ മുഹമ്മദ് ഗോറി ജയചന്ദ്രനെ പരാജയപ്പെടുത്തി തന്റെ ആധിപത്യം ഇന്ത്യയിൽ സ്ഥാപിക്കുകയാണ്. അടുത്തത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ലക്ഷ്മി ദേവിയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തുകൊണ്ട് നാണയങ്ങൾ പുറത്തിറക്കിയ മുസ്ലിം ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറിയുടെ സർവ സൈന്യാധിപനാണ് ഭക്തിയാർ ഖിൽജി. മുഹമ്മദ് ഗോറിയുടെ സർവ സൈന്യാധിപൻ ആരാണ്? ഭക്തിയാർ ഖിൽജി. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഈ ഭക്തിയാർ ഖിൽജി, അതായത് മുഹമ്മദ് ഗോറിയുടെ സർവ സൈന്യാധിപനായ ഭക്തിയാർ ഖിൽജി നളന്ദ, വിക്രമശില എന്നിവ ആക്രമിച്ചു തകർത്തു. നളന്ദ, വിക്രമശില എന്നിവ ആക്രമിച്ചു തകർത്ത മുഹമ്മദ് ഗോറിയുടെ സർവ സൈന്യാധിപൻ ആരാണ്? ഭക്തിയാർ ഖിൽജി. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ മുഹമ്മദ് ഗോറിയുടെ അടിമ അഥവാ പരിചാരകനാണ് കുത്തബ്ദീൻ ഐബക്ക്. മുഹമ്മദ് ഗോറിയുടെ അടിമ അഥവാ പരിചാരകൻ ആരാണ്? കുത്തബ്ദീൻ ഐബക്ക്. 1206 മുഹമ്മദ് ഗോറി അന്തരിക്കുകയും മുഹമ്മദ് ഗോറിയുടെ ഇന്ത്യൻ അധിനിവേശ പ്രദേശത്തിന്റെ ഗവർണറായിട്ട് കുത്തബ്ദീൻ ഐബക്ക് സ്ഥാനമേൽക്കുകയും ചെയ്തു. അങ്ങനെ പുതിയൊരു രാജവംശം ഇന്ത്യയിൽ ഉടലെടുക്കുകയാണ്. അതാണ് അടിമ വംശം. പൃഥ്വിരാജ് ചൗഹാനെ കുറിച്ച് 1-2 പോയിന്റുകളൂടെ നമുക്ക് നോക്കാം. ഡൽഹി ഭരിച്ചിരുന്ന അവസാനത്തെ ഹിന്ദു രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ. ഡൽഹി ഭരിച്ചിരുന്ന അവസാന ഹിന്ദു രാജാവ് ആരാണ്? പൃഥ്വിരാജ് ചൗഹാൻ. എന്തുകൊണ്ടാണ് അവസാന ഹിന്ദു രാജാവ് എന്ന് പറയുന്നത്? രണ്ടാം തറൈൻ യുദ്ധം അഥവാ രണ്ടാം താനേശ്വർ യുദ്ധത്തിലൂടെ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി മുഹമ്മദ് ഗോറി മുസ്ലിം ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകി. അതോടുകൂടെ ഹിന്ദു രാജവംശം അവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ടാണ് ഡൽഹി ഭരിച്ചിരുന്ന അവസാനത്തെ ഹിന്ദു രാജാവ് ആണ് പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറയാൻ കാരണം. ഇന്ത്യ ചരിത്രത്തിലെ കാൽപ്പനികനായ പോരാളി എന്നറിയപ്പെടുന്നത് ആരാണ്? പൃഥ്വിരാജ് ചൗഹാൻ. ഇന്ത്യ ചരിത്രത്തിലെ കാൽപ്പനികനായ പോരാളി എന്നറിയപ്പെടുന്നത് ആരാണ്? പൃഥ്വിരാജ് ചൗഹാൻ. മാത്രമല്ല റായ് പിത്തോറ എന്നും പൃഥ്വിരാജ് ചൗഹാൻ അറിയപ്പെടുന്നു. പൃഥ്വിരാജ് ചൗഹാൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? റായ് പിത്തോറ. റായ് പിത്തോറ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാന്റെ തലസ്ഥാനം അജ്മീർ ആയിരുന്നു. പൃഥ്വിരാജ് ചൗഹാന്റെ തലസ്ഥാനം ഏതാണ്? അജ്മീർ. പൃഥ്വിരാജ് ചൗഹാന്റെ തലസ്ഥാനം ഏതാണ്? അജ്മീർ. പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവി ആരാണ്? ചന്ദ് ബർദായി. പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവി ചന്ദ് ബർദായി. ചന്ദ് ബർദായിയുടെ പ്രശസ്തമായ ഒരു കൃതിയാണ് പൃഥ്വിരാജ് റാസോ. ചന്ദ് ബർദായിയുടെ പ്രശസ്തമായ ഒരു കൃതി ഏതാണ്? പൃഥ്വിരാജ് റാസോ. പൃഥ്വിരാജ് റാസോ എഴുതിയതാരാണ്? ചന്ദ് ബർദായി. എന്നാൽ പൃഥ്വിരാജ് വിജയ് എന്ന കൃതി രചിച്ചത് ജയാങ്ക് ആണ്. പൃഥ്വിരാജ് വിജയ് എന്ന കൃതി രചിച്ചത് ആരാണ്? ജയാങ്ക്. ഒന്നുകൂടെ, ഡൽഹി ഭരിച്ചിരുന്ന അവസാന ഹിന്ദു രാജാവ് ആരാണ്? പൃഥ്വിരാജ് ചൗഹാൻ. കാൽപ്പനികനായ പോരാളി, അതായത് ഇന്ത്യ ചരിത്രത്തിലെ കാൽപ്പനികനായ പോരാളി എന്നറിയപ്പെടുന്നത് പൃഥ്വിരാജ് ചൗഹാൻ. കൂടാതെ അദ്ദേഹം റായ് പിത്തോറ എന്നും അറിയപ്പെടുന്നു. റായ് പിത്തോറ എന്നും അറിയപ്പെടുന്നു. പൃഥ്വിരാജ് ചൗഹാന്റെ തലസ്ഥാനമാണ് അജ്മീർ. പൃഥ്വിരാജ് ചൗഹാന്റെ തലസ്ഥാനം ഏതാണ്? അജ്മീർ. പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവി ആരാണ്? ചന്ദ് ബർദായി. പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവി ആരാണ്? ചന്ദ് ബർദായി. ചന്ദ് ബർദായിയുടെ പ്രശസ്തമായ ഒരു കൃതിയാണ് പൃഥ്വിരാജ് റാസോ. എന്താണ്? പൃഥ്വിരാജ് റാസോ. ചന്ദ് ബർദായിയുടെ പ്രശസ്തമായ ഒരു കൃതി ഏതാണ്? പൃഥ്വിരാജ് റാസോ. എന്നാൽ പൃഥ്വിരാജ് വിജയ് എന്ന കൃതി രചിച്ചത് ജയാങ്ക്. പൃഥ്വിരാജ് വിജയ് എന്ന കൃതി രചിച്ചത് ജയാങ്ക്. അടുത്തായി നമ്മൾ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1206 മുതൽ 1526 വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന 5 രാജവംശങ്ങളെയാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് അറിയപ്പെടുന്നത്. 1206 മുതൽ
1526 വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന 5 രാജവംശങ്ങളെയാണ് ഡൽഹി സുൽത്താനേറ്റ് എന്നറിയപ്പെടുന്നത്. ഈ 5 രാജവംശങ്ങളിലായി 32 സുൽത്താൻമാർ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തി. അപ്പോൾ ഈ 5 രാജവംശങ്ങളിലായി എത്ര സുൽത്താൻമാരാണ് ഡൽഹി ആസ്ഥാനമായി ഭരണം നടത്തിയത്? 32. ഈ നമ്പർ ഓർത്തിരിക്കുക. ഈ 5 രാജവംശങ്ങളിലായി 32 സുൽത്താൻമാർ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തി. ഏതൊക്കെയാണ് ഈ 5 രാജവംശങ്ങൾ? അടിമവംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സൈദ് വംശം, ലോധി വംശം. ഏതൊക്കെയാണ്? അടിമവംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സൈദ് വംശം, ലോധി വംശം. ഇത് ഓരോരുത്തരും ഭരണം നടത്തിയതിന്റെ ക്രമം അനുസരിച്ച് ഓർത്തു വെക്കാൻ ഇവരുടെ ആദ്യ അക്ഷരങ്ങളെ എടുത്തു വെച്ചിട്ട് അഖിദ് സലോ എന്ന് പഠിച്ചാൽ നമുക്കത് മറന്നു പോകാതെ ഓർത്തിരിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ 5 രാജവംശങ്ങൾ ഏതൊക്കെയാണ്? അഖിദു സലോ, ആ അടിമവംശം, ഖി ഖിൽജി വംശം, തുഗ്ലക് വംശം, സൈദ് വംശം, ലോധി വംശം. ആദ്യത്തെ രാജവംശം ഏതാണ്? 5 രാജവംശങ്ങളിൽ ആദ്യത്തേത് അടിമവംശം, അവസാനത്തേത് ലോധി വംശം. ഡൽഹി സുൽത്താനേറ്റിലെ 5 രാജവംശങ്ങളിൽ ആദ്യത്തെ രാജവംശം ഏതാണ്? അടിമവംശം, അവസാനത്തേത് ലോധി വംശം. ആദ്യത്തേത് അടിമവംശം, അവസാനത്തേത് ലോധി വംശം. ഇതില് ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയത് തുഗ്ലക് വംശം. ഏറ്റവും കൂടുതൽ കാലം ഡൽഹിയിൽ ഭരണം നടത്തിയത് തുഗ്ലക് വംശം. എന്നാൽ ഏറ്റവും കുറച്ചു കാലം ഡൽഹിയിൽ ഭരണം നടത്തിയത് ഖിൽജി വംശം. ഏറ്റവും കുറച്ചു കാലം ഡൽഹിയിൽ ഭരണം നടത്തിയത് ആരാണ്? ഖിൽജി വംശം. സുൽത്താൻ വംശത്തിലെ ഏക അഫ്ഗാൻ വംശമാണ് ലോധി വംശം. സുൽത്താൻ വംശത്തിലെ ഏക അഫ്ഗാൻ വംശം ഏതാണ്? ലോധി വംശം. ഒരിക്കൽ കൂടെ നോക്കാം. 1206 മുതൽ 1526 വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ച 5 രാജവംശങ്ങളെയാണ് ഡൽഹി സുൽത്താനേറ്റ് എന്നറിയപ്പെടുന്നത്. ഈ 5 രാജവംശങ്ങളിലായി 32 സുൽത്താൻമാർ ഡൽഹി ആസ്ഥാനമായി ഭരണം നടത്തി. ഡൽഹി സുൽത്താനേറ്റിലെ ഈ 5 രാജവംശങ്ങൾ ഏതൊക്കെയാണ്? അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സൈദ് വംശം, ലോധി വംശം. ഇതിൽ ആദ്യത്തേത് അടിമ വംശവും അവസാനത്തേത് ലോധി വംശവുമാണ്. ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ചത് തുഗ്ലക് വംശവും ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ചത് ഖിൽജി വംശവുമാണ്. സുൽത്താൻ വംശത്തിലെ ഏക അഫ്ഗാൻ വംശം ഏതാണ്? ലോധി വംശം. അപ്പൊ ഇവരുടെ ഭരണക്രമം അനുസരിച്ച് ഇവരെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ആദ്യ അക്ഷരം വെച്ചിട്ട് അഖിദു സലോ എന്ന് പഠിക്കാം. എന്താണ് അഖിദു സലോ? ഡൽഹി സുൽത്താനേറ്റിലെ 5 രാജവംശങ്ങളെ കുറിച്ച് മധ്യകാല ഇന്ത്യ ചരിത്രത്തിലെ പാർട്ട് 2 നമുക്ക് വീണ്ടും കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മധ്യകാല ഇന്ത്യ ചരിത്രത്തിലെ പാർട്ട് 2 നമുക്ക് വീണ്ടും കാണാം.